പണം ഉണ്ടാക്കാനായിട്ട് രണ്ട് കാര്യങ്ങൾ ചെയ്താൽ ഒന്നെങ്കിൽ ബിസിനസ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ സർവീസ് ചെയ്യുക. ഈ ബിസിനസ്സും സർവീസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? ബിസിനസ് തുടങ്ങാൻ പണം വേണം, എന്നാൽ സർവീസ് മേഖല ബിസിനസ് ആക്കാനായിട്ട് പണം വേണ്ട. പണം മുടക്കില്ലാതെ പണം ഉണ്ടാക്കാൻ പറ്റും. നമസ്കാരം. പോസ്റ്റുകളൊക്കെ കണ്ടിട്ട് പലരും വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട്, വിളിക്കാറുണ്ട്, സമയം ബുക്കിംഗ് ചെയ്തതിന് ശേഷം നേരിട്ട് വന്ന് കാണാറുണ്ട്. പക്ഷേ ഈ വരുന്നതിൽ കൂടുതൽ ശതമാനം ആൾക്കാരും ഈ മണ്ടത്തരങ്ങളൊക്കെ ചെയ്തു വെച്ച് കടങ്ങളും അതുപോലെ നഷ്ടങ്ങളുമൊക്കെ വന്നതിന് ശേഷമാണ് കൂടുതൽ ആൾക്കാരും കാണാൻ വരുന്നത്. അത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്. കാരണം ആദ്യം ഈ കടം എന്ന് പറഞ്ഞ അവസ്ഥയിൽ നിന്ന് പുറത്ത് കൊണ്ടുവരണം. അതിനോടൊപ്പം തന്നെ ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങളും കൂടെ ചെയ്തുകൊണ്ട് വരണം. അപ്പം ഇവർക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ആസ്വദിച്ച് തുടങ്ങാൻ പറ്റുക ഏതാണ്ട് 2 വർഷം 3 വർഷം 5. ശരിക്കും ആ ഫ്രീഡത്തിൻ്റെ ആ ഒരു സംതൃപ്തി അനുഭവിക്കാൻ പറ്റിയ ഏറ്റവും കുറഞ്ഞ ഒരു 5 വർഷമെങ്കിലും വേണ്ടി വരും എന്നുള്ളതാണ്. അതേസമയം ജീവിതം ചിട്ടപ്പെടുത്തി തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു അഡ്വൈസ് തേടി മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഈ കുഴിക്കകത്ത് പോകുന്നതിൻ്റെ അകത്തുനിന്ന് ഒഴിവാക്കി എടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഈ കുഴിക്കകത്ത് പെട്ടുപോയവരുടെ, ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, പെട്ടുപോയവരുടെ അവസ്ഥ എങ്ങനെയെങ്കിലും കുഴിക്കകത്ത് നിന്ന് വെളിപ്പെടണമെന്ന് മാത്രമാണ്. അത് കഴിഞ്ഞ് കുന്നു കയറുന്നതോ കയറ്റം കയറുന്നതോ ഒന്നും അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഈ കുഴിക്കകത്ത് നിന്ന് വെളിയിൽ വരിക എന്ന് മാത്രമാണ്. അപ്പോൾ അതുപോലെ ലയബിലിറ്റീസിൽ, കടങ്ങളിൽ ഒക്കെ പെട്ട്, അതുപോലെ വീട് നഷ്ടപ്പെട്ട് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ ആവശ്യം ഈ ബാധ്യതകൾ തീരുക എന്നുള്ളതാണ്. ഈ ബാധ്യതകൾ തീരാൻ ശ്രമിക്കുന്നവർക്ക് മുമ്പോട്ടൊരു ഉയർച്ച ഉണ്ടാകത്തില്ല. അവർക്ക് പിന്നെ അടുത്ത തലമുറയിൽ കയറ്റം എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. കാരണം ആ ബാധ്യതകൾ എട്ടുകാലി വലയ്ക്കുള്ളിൽ പെട്ട പ്രാണിയെപ്പോലെ ആ ഒരു ജീവിതകാലം മുഴുവൻ അവരെ പുറകോട്ട് വലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവരാ പുറകോട്ടുള്ള വലയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അവരുടെ കുടുംബാംഗങ്ങളെ അതായത് മക്കളെ ഫ്രീ ആക്കി വിടും. എന്നിട്ട് അടുത്ത തലമുറയിലൂടെ ഉയർച്ച ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കഴിവതും ഈ എന്തെങ്കിലും പുതിയ ബിസിനസ്സുകളോ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഉപദേശമൊക്കെ തേടാനായിട്ടൊക്കെ വരികയാണെങ്കിൽ അതായിരിക്കും നല്ലത്. തുടങ്ങി ഞാൻ ആദ്യ കാലങ്ങളിലൊക്കെ ഞാൻ കരുതിയത് ഈ രോഗമോ രോഗദുരിതങ്ങളോ ഒക്കെ വന്നിട്ടാണ് ആൾക്കാർ കടമാകുന്നത് എന്നുള്ള. പക്ഷെ അങ്ങനെ ആകുന്ന കടത്തിന് ഒരു ലിമിറ്റ് ഉണ്ടെന്നുള്ളത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലായി. കാരണം അത്തരത്തിലൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ എന്തെങ്കിലുമൊക്കെ സഹായങ്ങളൊക്കെ ചെയ്യും. അല്ലെങ്കിൽ അതിനെ സഹായിക്കാനായിട്ടൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇൻഷുറൻസും മറ്റു കാര്യങ്ങളിലൂടെയൊക്കെ കുറേയൊക്കെ കാര്യങ്ങളൊക്കെ നടന്നു പോകും. പക്ഷേ ഈ കടങ്ങൾ, ലയബിലിറ്റീസ് കൂടുതൽ ആൾക്കാരും വരുത്തി വെച്ചിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾക്കല്ല. മണ്ടത്തരം കാണിച്ച് എടുത്ത പൊങ്ങുവരാത്ത ബിസിനസ് ചെയ്ത് ആർഭാടം കാണിച്ച്, അതായത് അനാവശ്യമായ വലിപ്പമുള്ള വീട്, കാറ്, അതായത് ലോൺ എടുത്ത് അക്ഷയ തൃതീയയ്ക്ക് സ്വർണം വാങ്ങിക്കുന്നവർ ലയബിലിറ്റി പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അവർ സത്യത്തിൽ വേറെ ഒന്നും ഞാൻ എന്ത് ചെയ്തെന്ന് അറിയില്ല സാറേ എന്നൊക്കെ പറയും. പറഞ്ഞ് പിടിച്ച് വരുമ്പോഴായിരിക്കും പറയുന്നത് കഴിഞ്ഞ 5 വർഷമായിട്ട് ലോൺ എടുത്താണ് അക്ഷയ തൃതീയയ്ക്ക് 5 പവൻ വീതം സ്വർണം വാങ്ങിക്കുന്നത്. എന്നിട്ട് ഈ 5 പവൻ വീതം വാങ്ങിക്കുന്ന സ്വർണം ഇരിക്കുന്നത് എവിടെയാണ്? അങ്ങോട്ട് പൈസ കൊടുത്ത് വെക്കുന്ന ലോക്കറിലാണ്. അപ്പോൾ അതായത് ഒരു വർഷം അക്ഷയ തൃതീയയ്ക്ക് ലോൺ എടുത്ത് വാങ്ങിയ സ്വർണം, അതിൻ്റെ കടം തീരുന്നതിന് മുമ്പാണ് അടുത്ത വർഷത്തെ അക്ഷയ തൃതീയ വരുന്നത്. പോരെ, 5 വർഷം കൊണ്ട് കടത്തിലാകാനായിട്ട് വല്ല മാർഗമുണ്ടോ? വീട് വരെ വിറ്റ് പോകും. ഈ സ്വർണം വേണ്ട, ആവശ്യത്തിനുള്ള പൈസയ്ക്ക് ETF-കളോ അല്ലെന്നുണ്ടെങ്കിൽ ഗോൾഡ് നിക്ഷേപങ്ങളോ ഗോൾഡ് ബോണ്ടുകളോ ഒക്കെ മതിയും തീരുമാനിച്ചേ തീരാവുന്ന വിഷയമുള്ളൂ. മാസം ചെറിയൊരു തുക അടച്ചുകൊണ്ടിരുന്നാൽ മതി. നമുക്ക് ഈ സ്വർണ്ണം ഇനി വേണ്ടതെന്നാ? മോളുടെ കല്യാണത്തിനോ 10-15 വർഷം 20 വർഷം കഴിഞ്ഞിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി ഇപ്പോഴേ വാങ്ങിച്ച് വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ വാങ്ങിച്ചാലും ഒന്ന് മാറ്റി വാങ്ങിക്കേണ്ടി വരും.
അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കൊണ്ട് പോകാനും പറ്റും. ഈ ആവശ്യമില്ലാത്ത എന്തുവാ ഈ ബാങ്ക് ലോക്കറുകളുടെ ഒന്നും ആവശ്യമില്ലാതെയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ബിസിനസ്സുകാരാകാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്തിനാ? പണം ഉണ്ടാക്കാനായിട്ട്. ബിസിനസ്സുകാരുടെ കയ്യിലാണ് കണ്ടമാനം പണം ഉള്ളത് എന്നുള്ളതാണ്. പക്ഷേ പണം ഉണ്ടാക്കാനായിട്ട് ബിസിനസ് ഒക്കെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മറ്റവൻ്റെ കയ്യിലിരിക്കുന്ന പണം നമ്മുടെ കയ്യിലേക്ക് വരുന്ന പരിപാടിയാണ്. അതായത് ഇത്രത്തോളം തട്ടിപ്പും വെട്ടിപ്പും നിറഞ്ഞൊരു മേഖലയില്ല. അതായത് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി കൂടിയ വിലയ്ക്ക് വിൽക്കുക, എത്രേ ഉള്ളൂ ഇത്. അതേസമയം ഏറ്റവും നല്ല ബിസിനസ് എന്ന് പറഞ്ഞാൽ സർവീസാണ്. മറ്റൊരാൾക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുക. അതാണ് സർവീസ് എന്ന് പറഞ്ഞാൽ സഹായം. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സഹായം ഞാൻ ചെയ്തു തരുന്നു, അത് ചെറുതോ വലുതോ ആകട്ടെ. അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ പറയുന്നു ആ സർവീസിന് ഇത്ര രൂപയാണ് പ്രതിഫലം, അല്ലെങ്കിൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് പറയുന്നു ഇത്ര രൂപയാണ് പ്രതിഫലം. സിമ്പിൾ. ഈ ബിസിനസ്സും സർവീസും തമ്മിലുള്ള വ്യത്യാസം എന്നാണെന്നറിയോ? ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ പണം വേണം. സർവീസ് മേഖല തുടങ്ങണമെങ്കിൽ പണം വേണ്ട, പണം വരും. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഏറ്റവും നല്ലത് ഏതാ? ബിസിനസ്സേക്കാളും നല്ലത് സർവീസ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ തുടങ്ങേണ്ടത് എങ്ങനെയാണ്? ആരൊക്കെ എന്തൊക്കെ സർവീസുകൾ ചെയ്യണം, ആരൊക്കെ എന്തൊക്കെ ബിസിനസ്സുകൾ ചെയ്യണം, ആരൊക്കെ ബിസിനസ്സുകൾ ചെയ്യരുത്, ആരൊക്കെ ജോലിക്ക് പോകണം, ആരൊക്കെ ജോലിക്ക് പോകരുത്, ആരൊക്കെ സന്യസിക്കണം, ആരൊക്കെ അധ്യാപകരാകണം. ഈ രീതിയിലേക്ക് നമ്മൾ അവരുടെ ഗ്രഹനിലയിലൂടെ കണ്ടെത്തി അവരെ ആ വഴിക്ക് തിരിച്ചു വിടുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇത്രയും പറഞ്ഞപ്പം ഒരു റിലീഫ്. ശരി, എന്നായിക്കോട്ടെ. നമസ്കാരം.